എനിക്ക് 18 പ്ലസ് 2 അമ്മ ചോദിച്ച ഈ ഒരു ചോദ്യം എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു ചോദ്യമാണ് കേട്ടോ. എന്തെന്ന് വെച്ചാൽ ഞാൻ കറക്റ്റായിട്ടുള്ള ഉത്തരം കൊടുത്തതിന് ശേഷം, അതായത് എൻ്റെ ഏജ് പറഞ്ഞതിന് ശേഷം അവരുടെ മുഖത്തുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടി ലേറ്റായി നിൽക്കുമായിരുന്നു. പിന്നെ അച്ഛൻ വന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ലേറ്റായി. അപ്പോൾ എന്തായാലും നമ്മളിന്ന് വന്നിരിക്കുന്ന ഈ കുഞ്ഞുവാവയുടെ ബർത്ത്ഡേ അല്ല കേട്ടോ, സോറി, ചരടുകെട്ട് ചടങ്ങിന് പങ്കെടുക്കാനാണ്. ഈ കുഞ്ഞുവാവയുടെ അമ്മ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അതുപോലെ തന്നെ എൻ്റെ കൊച്ചച്ഛൻ്റെ മോളും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാ കാര്യങ്ങളും മിസ്സാക്കാറുണ്ട്. ഈ കാര്യം ഞാൻ മിസ്സാക്കില്ല എന്ന് കരുതിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന് ലേറ്റായി. എന്നിരുന്നാലും എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ടിരുന്നേനെ. കാരണം ആദ്യത്തെ കുഞ്ഞുവാവയുടെ ചടങ്ങിന് മാത്രമാണ് ഞാൻ പോയത്, പിന്നെ ഇവളെ കണ്ടത്. പിന്നെ അതിനുശേഷം പിന്നെ ഞാനും ഇവളും തമ്മിൽ യാതൊരു കോണ്ടാക്ട്സും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും പോയാലേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അങ്ങനെ എന്തായാലും ചെന്നു. ചടങ്ങ് കഴിഞ്ഞെങ്കിൽ എന്താ, പിന്നെ കുഞ്ഞുവാവയുടെ അച്ചാച്ചൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനും ചില ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എത്ര കാലം കാണാതിരുന്നാലും പിന്നീട് നമ്മൾ അവരെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു നൊസ്റ്റു അല്ല, നമുക്ക് പറയാൻ പറ്റാത്തത്ര സ്നേഹം അല്ലേ. പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു അതുപോലൊരു സ്നേഹം ഇപ്പോഴും ഉള്ളതുപോലൊരു ഫീല് തോന്നുമല്ലേ. അങ്ങനെ അവളെ കണ്ടു, സംസാരിച്ചു, കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ 3 മണിക്ക് തിരിച്ച് വീട്ടിലെത്തണം. കാരണം മക്കൾ വരുന്ന ആ ടൈമിലാണ്. അപ്പോൾ അവരിന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി ഫുഡൊക്കെ കൊടുക്കണം. അപ്പോൾ ഫുഡ് ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നായിരുന്നു കേട്ടോ, അവർക്ക് കൊടുക്കാൻ. വന്നപ്പോൾ തൊട്ടേ പിണക്കമായിരുന്നു. പിന്നെ ഈ ഫുഡ് കൊടുക്കാൻ നേരത്ത് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഒരാൾക്ക് വെജ് വേണം, ഒരാൾക്ക് നോൺ വെജ് വേണം, പിന്നെ ഒരാൾക്ക് വേണ്ട, അങ്ങനെ പല പല നിർബന്ധങ്ങളും വാശികളും ആയിരുന്നു കേട്ടോ. അപ്പോൾ മൂത്ത ആൾക്കാണ് എപ്പോഴും പിണക്കം കൂടുതൽ. ഫോട്ടോസോ വീഡിയോസോ എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ പ്രത്യേക തരം വാശി നിർബന്ധമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും കുറുമ്പന്മാരെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് ട്യൂഷന് വിടാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഞാനല്ലെങ്കിൽ അമ്മയാണ് ഇന്ന് കൊണ്ടുവിടാറുള്ളത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.